എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു തട്ടുകട സ്റ്റൈൽ പെർഫെക്റ്റ് വീശിയടി പൊറോട്ടയും അതിൻ്റെ കൂടെ തന്നെ ഒരു ചിക്കൻ ചുക്ക റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കണേ. അപ്പം ഇന്നത്തെ പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാകും എന്നുള്ളത്. അതുക്ക് മുന്നേ നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇവിടെ നമ്മുടെ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. അപ്പം പാലൊഴിച്ച് കൊടുത്താൽ കുറച്ചുകൂടി സോഫ്റ്റ് ഉണ്ടാകും. അപ്പം അത് വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. ബാക്കി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ കുഴച്ച് കൊടുത്താൽ മാത്രമേ പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒരു ബോൾ ഷേപ്പൊക്കെ ആക്കിയിട്ട് നമുക്കൊരു നനഞ്ഞ ടവൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് 2 മണിക്കൂറത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് ഒന്നുകൂടി കുഴച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മീതെ നമുക്കൊന്ന് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാ ബോൾസിലും തടവി കൊടുക്കാം. 1/2 മണിക്കൂർ കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ചുക്കയിലേക്ക് പോവാം. ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് RKGയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു 2 സവാള അരിഞ്ഞു വെച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറകെ തന്നെ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് കല്ലിലിട്ട് പൊട്ടിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് തക്കാളി സ്ലൈസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറകെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ ചിക്കൻ ചുക്കയിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1.5 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കണേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ചിക്കൻ ചുക്ക ഒരു ഡ്രൈ ഫ്രൈ പോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കണേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വെള്ളം ഇല്ലാതെ നമ്മുടെ ചിക്കൻ്റെ നെയ്യുരുക്കിയിട്ട് വെള്ളം എന്തായാലും വരുമല്ലോ വെന്ത് കഴിയുമ്പോഴേക്കും. അപ്പോൾ ആ വെള്ളം തന്നെ മതിയാകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക. ഒന്ന് ഫുൾ ചൂട് കയറി കഴിയുമ്പോഴേക്കും ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞിട്ട് മൂടി വെച്ച് വേവിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പൊറോട്ടയുടെ പണി എവിടം വരെ ആയിരുന്നു നോക്കാം. ഇവിടെ ബോൾസ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരെണ്ണെടുത്ത് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു നിസ്സാര പണിയല്ല കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കണേ. ഇത്തിരി മെനക്കേടുള്ള പണി തന്നെയാണ്. അപ്പം ആണുങ്ങൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ മാവിനെ ഒന്ന് വീശി അടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി 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 വെച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് പറയാൻ നല്ല സിമ്പിളാണ് കേട്ടോ. പക്ഷെ ഇത് ചെയ്യാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അങ്ങനെ എല്ലാ ബോൾസും ഇവിടെ ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് തന്നെ പോവാം. അപ്പോൾ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇതിൽ മുന്നിൽ നിൽക്കേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലേശം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് മല്ലിയില, പുതിന കൂടി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊറോട്ടയുടെ പണിയിലേക്ക് പോവാം. ഇനി നമുക്ക് ചുറ്റി വെച്ചിരിക്കുന്ന ഓരോ പീസും ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ ഇരുമ്പിൻ്റെ ഒരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാൽഡ മെൽറ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പൊറോട്ട തിരിച്ചു മറിച്ചിട്ട് വേവിക്കുന്ന സമയത്ത് അതിൻ്റെ മീതെയായിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തൂവി കൊടുക്കുക. ഡാൽഡ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് RKGയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പൊറോട്ടയും ഒന്ന് ചുട്ടെടുത്ത് വയ്ക്കാം. ഇനിയാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല,
പൊറോട്ട പൊട്ടിക്കലാണ് കേട്ടോ. ഈ പൊട്ടിക്കലിലാണ് നമ്മുടെ ലെയറൊക്കെ കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ സൈഡ് വൈസ് നന്നായിട്ട് അടിച്ച് പൊട്ടിച്ചാൽ മാത്രമാണ്, കണ്ടില്ലേ, ഇതുപോലെ നല്ല രീതിയിൽ പൊട്ടിച്ചാൽ മാത്രമാണ് നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാ ഫൈനലി നമ്മുടെ തട്ടുകടയിലെ അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സംഭവം കിഡുവാണ്, പൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ചുക്ക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പൊറോട്ട, പത്തിരി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.